ഹായ് ഫാം. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അച്ചൻകോവിലിൽ നിന്ന് നേരെ തെങ്കാശിയിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിരുമലൈ കോവിലേക്കാണ്. നമുക്ക് പലർക്കും അറിയുന്ന ഒരു കോവിലായിരിക്കും ഇത്. മുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. പോകുന്ന വഴി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും മനോഹരമാണ് പോകുന്ന വഴികളും കാണുന്ന കാഴ്ചകളും ഒക്കെ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പം ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. ചുറ്റിനും എവിടെ നോക്കിയാലും തണൽ വൃക്ഷങ്ങളാണ്. തണലേകുന്ന മരങ്ങളും പശുക്കളും ഒക്കെ കൂടെ നമുക്ക് ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് നമുക്ക് നമ്മുടെ കണ്ണിനും കിട്ടുന്നത് എന്നുള്ളതാണ്. അത്രയും മനോഹരമായ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവിടുത്തെ ഒരു പച്ചപ്പും മരങ്ങളും ഒക്കെ കൂടെ ആ ഒരു പ്രത്യേക ഭംഗിയാണ് ആ വഴികൾക്ക് നൽകുന്നതെല്ലാം. ഒരു ഉച്ച സമയത്താണ് നമ്മൾ പോകുന്നതെല്ലാം. എങ്കിൽ പോലും നമുക്കൊരു സൂര്യൻ്റെ കാഠിന്യം, വെയിലിൻ്റെ കാഠിന്യം ഒന്നും നമുക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയും ഭയങ്കര ഒരു സൂത്തനിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റും ഒക്കെയായിരുന്നു. നമുക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് ഈ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതും ഒരുപാട് പേര് കച്ചവടങ്ങൾക്ക് ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഏറ്റവും കൂടുതൽ കണ്ടത് നമ്മുടെ നാട്ടിലെ ചക്കയാണ്. നമ്മുടെ ഇവിടുത്തെയൊക്കെ ചക്ക ആർക്കും വേണ്ടാതെ കിടക്കുമ്പം അവിടെ ഓരോ പൊതിക്കും ഓരോ പീസിനും ഇത്ര രൂപ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് കണ്ടതെല്ലാം. അങ്ങനെ നമ്മൾ നമ്മുടെ തിരുമലൈ കോവിലിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ അമ്പലം കാണാൻ സാധിക്കും. എത്ര മനോഹരമാണെന്നറിയോ ഒരു കാഴ്ച. ദൂരെ നിന്ന് നമ്മൾ കാണുമ്പോൾ ആ ഒരു അമ്പലവും നമുക്ക് ഇത്രയും പൊക്കത്തിൽ എങ്ങനെയാണ് ആ ഒരു കാലത്തൊക്കെ അമ്പലം വന്നതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അത്രയും പൊക്കത്തിലാണ് ഈ അമ്പലം ഇരിക്കുന്നതും. ഇവിടെ 300 സ്റ്റെപ്പാണ് ഉള്ളത്. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇങ്ങനെ റോഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ 300 സ്റ്റെപ്പ് കയറിയിട്ട് വേണമായിരുന്നു നമുക്ക് ദർശനത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ പാറയൊക്കെ തുറന്ന് വലിയ റോഡ്, വീതിയുള്ള റോഡാണ് അവിടെ ഉള്ളതെല്ലാം. നല്ല നീറ്റായിട്ടുള്ള റോഡാണ്, പറയാതിരിക്കാൻ വയ്യ. അത്രയും പച്ചപ്പും ഒരുപാട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അത്രയും നീറ്റായിട്ട് അവർ കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ആ വഴികളാണെങ്കിലും. അങ്ങനെ എനിക്ക് തോന്നുന്നു താഴെ നിന്നൊരു 3 കിലോമീറ്റർ എന്തോ നമുക്ക് വണ്ടിയിൽ മേളിലേക്ക് പോകാനുണ്ട്. നമ്മൾ നേരെ പോകുന്ന വഴിയും ഈ കാണുന്ന പോലെ വളരെ മനോഹരമാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിലും നേരിട്ട് കാണാനാണ് ഏറ്റവും ഭംഗി. നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അവർ വലിയൊരു പാർക്കിംഗ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല. അത്രയും സ്പേഷ്യസ് ആണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്പലം വരുന്നത് സീ ലെവലിൽ നിന്ന് 1321 അടി ഉയരത്തിലാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവിടെ അടിക്കുന്ന കാറ്റിന് എത്രത്തോളം ശക്തി ഉണ്ടായിരിക്കുമെന്ന്. നമുക്കവിടെ നിൽക്കുമ്പം നമുക്കത് പറന്നു പോകുക എന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടണത്. അത്രയും ശക്തിയിലാണ് അവിടെ കാറ്റടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പോകാനേ തോന്നില്ല. ഞാൻ ഇത്രയും പോയിട്ടുള്ള അതിൽ വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു അമ്പലത്തിനോടുള്ള ഒരു ഇഷ്ടം അതുപോലെ നിൽക്കുകയാണ്. അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് തിരുമലൈ കോവിൽ എന്ന് പറയുന്നത്. അത്രയും മനോഹരമാണ്, വാക്കുകൾക്ക് ശരിക്കും അധീനമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കവിടെ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഫോൺ മേടിച്ച് വെക്കാൻ വേണ്ടി അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു ഫോണിന് 5 രൂപ വെച്ച് എന്തോ ഒരു ഈടാക്കുന്നുള്ളൂ. നമ്മൾ തൊഴുത് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഫോൺ നമ്മൾ ആ റെസിപ്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ഫോൺ അവർ സേഫായിട്ട് നമുക്ക് തിരിച്ചു തരുന്നതാണ്. അല്ല നമുക്ക് അകത്തേക്ക് ഫോൺ കൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ അമ്പലത്തിൻ്റെ അകത്താണെങ്കിലും ഭയങ്കര ശാന്തതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ അത്രയും ആളുകൾ വരുന്ന ഒരു അമ്പലമാണെങ്കിൽ പോലും അതിൻ്റേതായ തിക്കും തിരക്കും ഒന്നും നമുക്ക് അവിടെ അനുഭവിക്കേണ്ടി വരില്ല. അത്രയും കാമായിട്ടുള്ളൊരു പ്ലേസാണ് തിരുമലൈ കോവിലെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും പോയിരിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു അമ്പലമാണത്. അത്രയും മനോഹരമാണ് അവിടെ. അത്രയും ഉയരത്തിലായതുകൊണ്ടും നമുക്ക് കിട്ടുന്ന ശാന്തത എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനായാലും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്ഥലമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്. തിരുമലൈ കോവിൽ ഇത് എത്ര അടി ഉയരത്തിലാണെന്ന് നമുക്കറിയാമോ? ഗൂഗിൾ നെറ്റ് 500
സ്റ്റെപ്പ് കയറി വരണമെന്നാണ്. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റ്, നല്ല തണുപ്പ്, നല്ല കാറ്റാണ്. ഇത്രയും പൊക്കത്തിലായതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. ഈ അമ്പലം എങ്ങനെ ഇവിടെ പണിതു എന്നുള്ളത് പക്ഷെ എന്നാലും ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു കൊള്ളല്ലേ, കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിൻ്റെ മേലിൽ നിന്നാണെങ്കിൽ കാണുന്ന വ്യൂ അടിപൊളിയാണ്. ശരിക്കും വൈകുന്നേരം ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയത്താണ് നമ്മളവിടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിലും മനോഹരമായിരിക്കും അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇതിപ്പം നട്ടുച്ച സമയമാണ്, അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു പ്രശ്നമേ ആവില്ല നമുക്ക്. അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്ന് ആസ്വദിച്ചിരിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ അവിടെ കൊച്ചു കൊച്ചു കടകളുണ്ട്. അവിടുത്തെ പ്രസാദം എന്ന് പറയാൻ പറ്റില്ല, അല്ലാതെ അവിടുത്തേതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ച് നമുക്ക് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാവുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത് എന്തോ രസം റൈസോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങി വരുമ്പം നമുക്ക് ഇങ്ങനൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ല എന്ത് ഭംഗിയാണ്! ആ ഒരു പാറയുടെ അത്രയും പൊക്കത്തിലാണെങ്കിൽ പോലും നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും മനോഹരമാണ് നമുക്ക് അതിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് തന്നെ. ഇപ്പം നമ്മൾ കണ്ടതാണ് അവിടുത്തെ സ്റ്റെപ്പ്. ആ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വഴി നേരെ ചെന്നാലാണ് ആ 300 സ്റ്റെപ്പിലൂടെ നമുക്ക് പോകാൻ പറ്റുക. ഇന്ന് വൈകുന്നേരങ്ങളിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 300 സ്റ്റെപ്പൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് കയറാനുള്ളതേ ഉള്ളൂ. കാരണം അവിടുത്തെ ഒരു കാറ്റും അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റും. പക്ഷെ നമുക്ക് ഉച്ചയ്ക്ക് അത് കുറച്ച് നല്ല പാടാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഓർമ്മകളും ഒക്കെ മതിയാക്കി നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ മറ്റൊരു മനോഹരമായ സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ കാണുന്ന കാഴ്ച പച്ചപ്പും, റോഡിന് സൈഡ് മുഴുവനും ഒരു മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചേക്കാണ്. അപ്പം നമുക്കത് ശരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ വരുന്ന വഴിക്കാണ് അരളി കണ്ടിട്ട് അവിടെ ഒരു അരളി മോഷണ കഥയാണ് അടുത്തതായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറകിൽ ഭാര്യ. ഇങ്ങനെ ചെടികളോട് ഇത്രയും ഭ്രാന്തമായി ഇഷ്ടമുള്ള വീട്ടുകാരുള്ള ആളുകൾക്ക് ഈ സീൻ പെട്ടെന്ന് ക്ലിക്കാവും. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ വീണ്ടും തുടരുകയാണ്. നമ്മൾ പറിച്ച ചെടികളും നമ്മുടെ ഓർമ്മകളും ഒക്കെയായി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.